വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഞാൻ വലിയ വിക്ഷോഭമൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും എല്ലാവരും ചെയ്യുന്ന വീഡിയോ വാട്ട്സ് ഇൻ മൈ ബാഗ് സെക്ഷൻ ആണ്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വാട്ട്സ് ഇൻ മൈ പർച്ചേസിംഗ് കവർ ഇതാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം അല്ലേ. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ പർച്ചേസിംഗ് കവർ ഒന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ ഡെലിവറിക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബാഗ് പാക്കിംഗ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പൊതുവേ എല്ലാവരും തന്നെ ഒരു 6 months 7 months ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്യും. ഞങ്ങളും ഇവിടെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ഡെലിവറിയുടെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 7 months ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബാഗിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു വെച്ചായിരുന്നു. കാരണം ഏത് ടൈമിലാണ് ഹോസ്പിറ്റൽ കാര്യം വരുന്നത് നമുക്ക് പറയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിനകത്തുനിന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ നിങ്ങളിങ്ങനെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ പിന്നെ എനിക്കും കൂടെ അതൊരു ഉപകാരമാവുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കവറൊക്കെ പൊട്ടിച്ച് ഉദ്ഘാടിക്കാം അല്ലേ. ഇത് ഒരു സെക്ഷൻ, ഇത് അടുത്ത സെക്ഷൻ. അധിക സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നൈറ്റിയും കാര്യങ്ങളും മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നൈറ്റിയും അതിന് വേണ്ട ജോഡികളും മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഹോസ്പിറ്റൽ കേസിന് വേണ്ടി മാത്രമേ നൈറ്റി യൂസ് ചെയ്യുള്ളൂ. വീട്ടിൽ വന്നതിന് ശേഷം നൈറ്റി ഇടുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് കുർത്ത മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഫീഡിങ് കുർത്തീസ്. അപ്പോൾ അതിന് മുമ്പ് ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 നൈറ്റി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നൈറ്റി ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. നൈറ്റി മേടിച്ച കൂട്ടത്തിൽ മേടിച്ചാണ് കേട്ടോ 2 ഫീഡിങ് കുർത്തിയും 2 പാൻറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫീഡിങ് കുർത്തിയും അത്യാവശ്യം കൊള്ളാം കേട്ടോ. വലിയ റേറ്റിലുള്ള സാധനങ്ങളൊന്നും അല്ല, എങ്കിലും നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ടൈപ്പ് സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചേക്കുന്നത്. അപ്പം ഞാനിതൊക്കെ ഇട്ട് കാണിക്കാം. നമ്മൾ മേടിച്ച 4 നൈറ്റിയിൽ ഒരു നൈറ്റി ഇതാണ് കേട്ടോ. എല്ലാം ചുരിദാർ കട്ട് മോഡലാണ്. ഇതിന് സിബൊന്നും ഇല്ല, നമ്മൾ സെപ്പറേറ്റ് വെക്കണം. ഇൻവിസിബിൾ സിബ് വെക്കാനൊക്കെ പറ്റൂല. അപ്പൊ അങ്ങനെ വെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ടൈപ്പ് മോഡൽ മേടിച്ചത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ നൈറ്റി. ഇതാണ് കേട്ടോ സാധനം. അതായത് കൈയൊക്കെ കുറച്ച് കൂടുതലുണ്ട്. ഇതെല്ലാം ഇനി മടക്കി അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. വൈഡ് നെക്കൊക്കെ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് നൈറ്റ്. ഇതാ നമ്മുടെ കർട്ടനൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. കൊള്ളാവോ? ഇത് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം. അതായത് ഞാൻ ഇതിന്റെ നെക്ക് മാത്രം കണ്ടോണ്ട് മേടിച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ടൈപ്പ് നെക്ക്. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്തെയും 4ാമത്തെയും നൈറ്റി ഏകദേശം സെയിം ആണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫീഡിങ് കുർത്ത. എന്താ ഈ സൈഡിൽ സിബ് ഉണ്ട്, 2 സൈഡിലും സിബ് ഉണ്ട്. ഇതൊക്കെ 350 രൂപ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് കേട്ടോ അവരെല്ലാരും തന്നെ അവർ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ചെന്ന് കണ്ട ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു കൊച്ചു കടയായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കുർത്ത. ഇതും ഫീഡിങ് കുർത്തയാണ്. 2 സൈഡിലും സിബൊക്കെ ഉണ്ട്, കെട്ടാൻ വള്ളിയൊക്കെ ഉണ്ട്. ഇതെല്ലാം 350 രൂപ റേഞ്ചിലുള്ള കുർത്തീസ് ആയിരുന്നു കേട്ടോ ആ കടയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഇത്രയും സാധനങ്ങളാണോ എടുത്ത് ബാഗ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് വെക്കാറ്? അപ്പം ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് വെക്കാനുണ്ട്. ഫ്ലാസ്ക്, ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എടുത്ത് നമ്മൾ ബാഗിൽ പാക്ക് ചെയ്യും. അങ്ങനെ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ നൈറ്റീസിലെല്ലാം സിബൊക്കെ വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എങ്കിൽ എനിക്കും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കാമല്ലോ. അപ്പോൾ ബാഗ് പാക്കിങ്ങിന് മുമ്പായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ആയിരുന്നു അല്ലേ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.